ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മലയാളം മീഡിയം വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നോക്കൂ. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം ക്വസ്റ്റ്യൻ 1 to 6. എന്താണ്? 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നോക്കൂ, ഈച്ച് ക്യാരീസ് 2 സ്കോർ. ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ്? അതെ, 2 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലെജിസ്ലേച്ചർ ഈസ് വൺ ഓഫ് ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. റൈറ്റ് ദ അതർ 2 ഓർഗൻസ്. എന്താണ്? ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ വിഭാഗം. മറ്റ് 2 ഓർഗൻസ് ഏതൊക്കെയാണ്? മറ്റ് 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് കൂട്ടുകാരെ? യെസ്, ഏതാണ്? യെസ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്? യെസ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, അതായത് കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ആർ ദ മേജർ സോഴ്സസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ തമിഴകം? What are the major sources to understand the history of ancient തമിഴകം? ആൻഷ്യൻ തമിഴകത്തെക്കുറിച്ച്, അതായത് പ്രാചീന തമിഴകത്തിൻ്റെ ഹിസ്റ്ററി, അതായത് ചരിത്രം മനസ്സിലാക്കാനുള്ള മേജർ സോഴ്സസ്, പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? യെസ്, ദ മെഗാലിത്തിക് മോണിമെൻറ്റ്സ് ഉണ്ടല്ലേ, അതായത് മഹാശിലാ സ്മാരകങ്ങളുണ്ട്. ദെൻ യെസ്, ആൻഷ്യൻ തമിഴ് സോങ്സ് ഉണ്ട്. ദെൻ കോയിൻസ്, ഡയലോഗ്സ് ആൻഡ് ഫ്യൂ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്, അതായത് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ചില തമിഴ് ലിഖിതങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് മേജർ സോഴ്സസ് എന്ന് പറയുന്നത്? ഇസ് ദ മെഗാലിത്തിക് മോണുമെൻറ്റ്സ്, ആൻഷ്യൻ തമിഴ് സോങ്സ്, കോയിൻസ്, ഡയലോഗ്സ് ആൻഡ് ഫ്യൂ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, ദെൻ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്? മോഡേൺ ഇക്കണോമിക്സിൻ്റെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ നെയിം ദ തിയറി put forward by him emphasizing freedom to ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡംസ്, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തം, അതായത് തിയറി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്? യെസ്, ആദം സ്മിത്ത് ആണല്ലേ. ആൻസർ എന്താണ്? ആദം സ്മിത്ത്. ദെൻ നെയിം ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ ഹിം എംഫസൈസിങ് ഫ്രീഡം ടു ഇൻഡിവിജ്വൽസ്. തിയറി ഏതാണ്? യെസ്, ലെസേ ഫെയർ തിയറി. ഓക്കെ, അപ്പോൾ ആദം സ്മിത്ത്, ദെൻ ലെസേ ഫെയർ തിയറി. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ദ മെയിൻ റൂളേഴ്സ് ഓഫ് മഗധ ആൻഡ് ദയർ ഡൈനാസ്റ്റീസ്. എന്താണ്? മഗധ ഭരിച്ച ഭരണാധികാരികളും രാജവംശങ്ങളും ഉൾപ്പെട്ടൊരു പട്ടികയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. റൂളർ ആരാണ് നൽകിയിട്ടുള്ളത്? ബിംബിസാരയാണല്ലേ. ഡൈനാസ്റ്റി ഏതാണ്? യെസ്, ഹര്യങ്ക ഡൈനാസ്റ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് റൂളർ നൽകിയിട്ടുണ്ട്. ആരാണ്? ശിശുനാഗനാണല്ലേ. ശിശുനാഗൻ്റെ ഡൈനാസ്റ്റി നമുക്കറിയാം ഏതാണ്? യെസ്, ശിശുനാഗ ഡൈനാസ്റ്റി അല്ലേ. ശിശുനാഗ രാജവംശം തന്നെയല്ലേ. ഓക്കെ, ദെൻ നമുക്ക് ഡൈനാസ്റ്റി നൽകിയിട്ടുണ്ട്. റൂളർ നമ്മൾ എഴുതണം. ഡൈനാസ്റ്റി ഏതാണ്? യെസ്, നന്ദ ഡൈനാസ്റ്റിയാണ്. റൂളർ ആരാണ് കൂട്ടുകാരെ? അതെ, മഹാപത്മനന്ദനാണ്. ആരാണ്? മഹാപത്മനന്ദൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റൂളേഴ്സ് ഫസ്റ്റ് നമുക്ക് നൽകിയത് ബിംബിസാര, ഹര്യങ്ക ഡൈനാസ്റ്റി, ദെൻ ശിശുനാഗൻ, ശിശുനാഗ ഡൈനാസ്റ്റി, ദെൻ തേർഡ് യെസ് നന്ദ ഡൈനാസ്റ്റിയിൽ മഹാപത്മനന്ദൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂട്ടുകാരി ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം നോക്കിയാൽ എന്താണ് കൂട്ടുകാരെ? വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് അലക്സാണ്ടർ ദ റൂളർ ഓഫ് മാസിഡോണിയ ടു അറ്റാക്ക് ഇന്ത്യ? ഇന്ത്യയെ ആക്രമിക്കാനും മാസിഡോണിയയിലെ ഭരണാധികാരിയെ അലക്സാണ്ടർ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ് അലക്സാണ്ടർ ദ റൂൾ ഓഫ് മാസിഡോണിയ ടു അറ്റാക്ക് ഇന്ത്യ? എന്തൊക്കെയാണ് കാരണങ്ങൾ? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യെസ്, നമുക്ക് ഓരോന്നായി എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഫാക്ടറായിട്ട് നമുക്ക് എഴുതാം. ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ. എന്താണ്? ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ.
പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക. നെക്സ്റ്റ് എന്താണ്? യെസ്, ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ, അതുപോലെ തന്നെ ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഘടകങ്ങൾ? അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ. ദെൻ സെക്കൻഡ് നമുക്ക് എഴുതാം ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ. നമുക്ക് 2 മാർക്ക് ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ എന്താണ്? നമ്മൾ 2 ഘടകങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ദെൻ 6th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ നോട്ടബിൾ Kushana ruler who ruled India after the decline of Maurya Empire. Mentioned style of sculpture emerged during the region of Kushanas. 6ാമത്തെ ചോദ്യം എന്താണ് കൂട്ടുകാരെ? യെസ്, നെയിം ദ നോട്ടബിൾ കുഷാന റൂളർ ഹു റൂൾഡ് ഇന്ത്യ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യ എംപയർ. അതായത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ ഭരിച്ച കുഷാന രാജവംശത്തിലെ ശ്രദ്ധേയനായ ഭരണാധികാരിയുടെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എന്താ പറയുന്നത്? മെൻഷൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എമേർജ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് കുഷാനാസ്. അതായത് കുഷാന ഭരണകാലത്ത് രൂപപ്പെട്ട ശില്പകല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം. ഫസ്റ്റ് ആൻസർ എന്താണ്? നെയിം ദ നോട്ടബിൾ കുഷാന റൂളർ ഹു റൂൾഡ് ഇന്ത്യ ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് മൗര്യ എംപയർ. യെസ്, ആരാണ് കൂട്ടുകാരെ? നമുക്കറിയാം കനിഷ്കനാണല്ലേ, കനിഷ്ക. ദെൻ സ്കൾപ്ചർ ഏതാണ്? യെസ്, ഗാന്ധാര സ്കൾപ്ചർ. ഗാന്ധാര ശില്പകലയല്ലേ? ഓക്കെ. ദെൻ ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം ക്വസ്റ്റ്യൻ 7 to 11. ഈച്ച് ക്യാരീസ് 3 സ്കോർ. എന്താണ്? 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ്? 3 മാർക്ക് വീതമാണല്ലേ. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായി നോക്കാം. Informs the president decisions taken by the cabinet is one among the function of the prime minister. Write any 3 other important functions of prime minister. എന്താണ്? Informs the president the decision taken by the cabinet. അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതി അറിയിക്കുക എന്താരുടെ ചുമതലയാണ്? യെസ്, പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ ഒന്നാണല്ലേ. പ്രധാനമന്ത്രിയുടെ മറ്റ് ചുമതലകൾ, അതായത് റൈറ്റ് എനി 3 അതർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിൻ്റെ മറ്റ് 3 ചുമതലകൾ, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. ദെൻ 3 എണ്ണം നമ്മളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓരോന്നായി നമുക്ക് എഴുതാം. നമ്മൾ പഠിച്ചതല്ലേ കൂട്ടുകാരെ? എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഴുതാം. ആക്ട്സ് ആസ് ദ ലീഡർ ഓഫ് ദ ലോകസഭ. എന്താണ്? ലോകസഭയുടെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു. ആക്ട് ആസ് ദ ലീഡർ ഓഫ് ദ ലോക്സഭ. ദെൻ സെക്കൻഡ് എഴുതാം പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദ ക്യാബിനറ്റ്. അതുപോലെ തന്നെ എന്താണ്? ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷൻ നിർവഹിക്കുന്നു. പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ്സ് ഓഫ് ദ ക്യാബിനറ്റ്. ദെൻ തേർഡ് എഴുതാം കോർഡിനേറ്റ്സ് ദ ഫങ്ഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. എന്താണ്? മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ് നമ്മൾ എഴുതുന്നത്? Yes, act as the leader of the Lok Sabha, then presides over the meetings of the cabinet, then coordinates the function of the council of ministers. അപ്പോൾ കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും 3 ഫങ്ഷൻസ് കൂട്ടുകാർ ഇവിടെ എഴുതുക. ഓക്കെ. ദെൻ 8th ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് ഓഫ് ദ ഗാൻജറ്റിക് പ്ലെയിൻ ഇൻ ടു സിറ്റീസ്. എന്താണ്? മെൻഷൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് ഓഫ് ദ ഗാൻജറ്റിക് പ്ലെയിൻ ഇൻ ടു സിറ്റീസ്. അതായത് ഗംഗാ സമതലത്തിലെ എക്സ്ചേഞ്ച് സെൻറ്റേഴ്സൊക്കെ വളരാനിടയായ സാഹചര്യം, അതായത് ഗംഗാ സമതലത്തിലെ കൈമാറ്റ കേന്ദ്രങ്ങൾ നഗരങ്ങളായിട്ട് വളരാനിടയായ സാഹചര്യം നമ്മളോട് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ഡൗൺ ഇൻ സിറ്റീസ് ഫോർ ട്രേഡ്. എമംഗ് സച്ച് സിറ്റീസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് വേർ രാജഗൃഹ, സ്വരാസ്തി, വൈശാലി, ബനാറസ്, കുശ്യനഗര ആൻഡ് കൗസംബി അല്ലേ. എന്താണ് ഫസ്റ്റ് പറയുന്നത്? കച്ചവടത്തിനായിട്ടൊക്കെ ജനങ്ങൾ സ്ഥിര താമസമാക്കി. മോസ്റ്റ് പ്രൊമിനൻറ്റ് സിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ എന്താണ് നെക്സ്റ്റ് നോക്കൂ. ട്രേഡ് റൂട്ട്സ് കണക്റ്റിംഗ് ദ സിറ്റീസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. എ ന്യൂ സോഷ്യൽ കാറ്റഗറീസ് ദസ് ഗ്രൂ അപ്പ് ഇൻ ദ സിറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ദ ട്രേഡ് ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റ്സ്.
നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. ഗ്രൂ അപ്പ് ഇൻ ദ സിറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ട്രേഡ് ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് കോയിൻസ് ബിഗേൻ ടു യൂസ്ഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഇതൊക്കെയാണ് ആ കച്ചവടത്തിനായിട്ട് ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കി. അതുപോലെ തന്നെ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വാണിജ്യപാതകൾ നിലവിൽ വന്നു. അതുപോലെ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് കച്ചവടത്തിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ട സമൂഹം ഉയർന്നു വന്നു. അതുപോലെ തന്നെ എന്താണ്, യെസ്, കോയിൻസ് ബിഗേൻ ടു യൂസ്ഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. നാണയങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത്, അതായത് ഗുഡ്സിന് പകരം എന്ത് ചെയ്തു, കോയിൻസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ സമ്പ്രദായത്തിന് പകരം എന്താണ്, നമ്മൾ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ 9th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 3 മെയിൻ റീസൺസ് ഫോർ ദ ഡ്രെയിൻ ഓഫ് റിസോഴ്സസ് ഫ്രം ഇന്ത്യ ബേസ്ഡ് ഓൺ ദ ഡ്രെയിൻ തിയറി ഓഫ് ദാദാഭായ് നവറോജി. എന്താണ്, ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്ത പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഏതെങ്കിലും 3 നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മെയിൻ റീസൺസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ഫസ്റ്റ് 1 നമുക്ക് എഴുതാം. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വെർ പെയ്ഡ് ഹൈ സാലറീസ്. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ എന്താണ്, ഉയർന്ന ശമ്പളം നൽകാൻ. ദെൻ ഗുഡ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബോർഡ് അറ്റ് എക്സ്ട്രീംലി ലോ പ്രൈസ് വേർ സോൾഡ് അറ്റ് ഹൈ പ്രൈസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. എന്താണ് ചെയ്തത്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കളൊക്കെ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊക്കെ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കുക അല്ലേ. ദെൻ 3rd പോയിന്റ് എന്താ പറയുന്നത്, ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദ ബ്രിട്ടീഷ് എംപയർ. അതായത് ഇന്ത്യൻ വെൽത്ത് എന്തിനു വേണ്ടിയിട്ട്, ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടിയിട്ട് കൊള്ളയടിക്കൽ. അതായത് ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ വെൽത്ത് കൊള്ളയടിക്കുക, ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ഇന്ത്യൻ ലേബേഴ്സ് വെർ ട്രീറ്റഡ് ആസ് സ്ലാവ്സ് ആൻഡ് ഫാം ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വെർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. എന്താണ്, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 ലിസ്റ്റ് ഔട്ട് ദ സോഴ്സ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്ന ഏതെല്ലാം മാർഗങ്ങളിലൂടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമുക്ക് എന്ത് എഴുതാം? യെസ്, ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. കാറ്റിലൂടെ ഉണ്ടല്ലേ. ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ ദ വോൾക്കാനോസ്. ദെൻ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്ത് വരുന്നുണ്ട്. ദെൻ ആഷ് ഫോംഡ് ബൈ ബേണിംഗ് ഓഫ് മീറ്റേഴ്സ്. എന്താണ്, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരവുമുണ്ടല്ലേ. ആഷ് ഫോംഡ് ബൈ ദ ബേണിംഗ് ഓഫ് മെറ്റേഴ്സ് അല്ലേ. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം. മെൻഷൻ ദ നെയിംസ് ഓഫ് ദ ഫോളോയിങ് റിലേറ്റഡ് ടു ആൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകവുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തുള്ളതിന് മെൻഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. രാവിലത്തെ ചന്ത, അതായത് മോർണിംഗ് മാർക്കറ്റ് അല്ലേ. ദെൻ ഈവനിങ് മാർക്കറ്റ്. ദെൻ എന്താണ്, ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. മോർണിംഗ് മാർക്കറ്റ് ഏതാണ്? യെസ്, നാളങ്ങാടി അല്ലേ. നാളങ്ങാടി അല്ലേ. ദെൻ അന്തിച്ചന്ത, അല്ലലാവണം. ദെൻ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോഴുന്ന സമ്പ്രദായത്തെ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് നൊടുത്തൽ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? നാളങ്ങാടി, ദെൻ അല്ലലാവണം, ദെൻ നൊടുത്തൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആൻസർ എനി 2 questions from question 12 to 14 അല്ലേ. ഈച്ച് ക്യാരീസ് 4 score. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ലിങ്ക് കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. യോജിച്ചവ വരച്ചേർക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൽഫ്രഡ് മാർഷലാണ്. ദെൻ എന്താണ്? കാൾ മാർക്സ്, മഹാത്മാഗാന്ധി, ചാണക്യ. ദെൻ എന്താണ്? അർത്ഥശാസ്ത്ര, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, ദസ് ക്യാപിറ്റൽ, ഹിന്ദ് സ്വരാജ്. നമുക്കറിയാം ആൽഫ്രഡ് മാർഷലിൻ്റെ ഏതാണ്? യെസ്, ആൽഫ്രഡ് മാർഷൽ
യെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് അല്ലേ? ആൽഫ്രഡ് മാർഷൽ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. ദെൻ കാൾ മാർക്സ്, യെസ്, ദസ് ക്യാപിറ്റൽ. ദെൻ മഹാത്മാഗാന്ധി, ഹിന്ദ് സ്വരാജ്. ദെൻ ചാണക്യ, അർത്ഥശാസ്ത്ര. ആൽഫ്രഡ് മാർഷൽ ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. ദെൻ കാൾ മാർക്സ്, ദസ് ക്യാപിറ്റൽ. ദെൻ മഹാത്മാഗാന്ധി, ഹിന്ദ് സ്വരാജ്, ചാണക്യ, അർത്ഥശാസ്ത്ര. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ യോജിപ്പിച്ച് കണ്ടെത്തി, ഇത് ഓരോന്നും കണ്ടെത്തി പട്ടിക ക്രമപ്പെടുത്തി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഗധ വാസ് ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദ മഹാജനപദാസ്. മഹാജനപദങ്ങളിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഏതായിരുന്നു? യെസ്, മഗധയായിരുന്നു അല്ലേ? വാട്ട് മൈ ബി ദ റീസൺ ഫോർ ദ സൂപ്രിമസി? ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്ക് എഴുതാം. റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ എനാബിൾ ദ മാർക്കറ്റിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെന്റ്സ്. ദെൻ സെക്കൻഡ് എഴുതാം. ഗംഗ ആൻഡ് ഹെഡ് ട്രിബ്യൂട്ടറീസ് മെയ്ഡ് മഗധ എ ഫെർട്ടൈൽ ലാൻഡ്. ദെൻ ട്രീസ് ഫ്രം നിയർ ബൈ ഫോറസ്റ്റ് ഇൻ ദ ഗാൻജറ്റിക് പ്ലെയിൻസ് were used by marketing big boats to facilitate trade. Then made use of elephants in battles. Then progress in agriculture and commerce. Then water transportation. Then powerful kingship and highly efficient military. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? യെസ്, ഇരുമ്പിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷികോപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. ഇതിനെന്താണ്? യെസ്, ഗംഗയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ടമാക്കി. ഇതിന് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനകൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ കാർഷിക വാണിജ്യ പുരോഗതി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നദീജല ഗതാഗതം. ദെൻ ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവുമല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. 14ാമത്തെ ചോദ്യം എന്താണ്? The Thinis had important role in molding the social life of ancient Tamilakam. The Thinis had an important role in molding the social life of ancient തമിഴകം. അതായത് പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുന്നതിൽ തിണകൾക്ക് ഒരു പ്രധാന പങ്കുണ്ടല്ലേ? നമ്മളോട് സാധൂകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. നമുക്ക് ഫസ്റ്റ് എഴുതാം. കുറിഞ്ചി. ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ദ ഫോറസ്റ്റ് റിസോഴ്സ് were the means of livelihood. എന്താണ്? നെക്സ്റ്റ് എഴുതാം. They engaged in shifting cultivation. The pepper and other spices were cultivated here. Then മുല്ലൈ എഴുതാം നമുക്ക്. Rearing the cattle was the major occupation. Then in order to increase the cattle wealth, the practice of seizing then cattle prevalent. The practice was known as വീത്തി അല്ലേ? Then മരുതം. Rice and sugarcane were cultivated in the wetland. The use of iron plowshare affixed the plough that in that period. The നെയ്തൽ. Fishing and salt production were the major occupation of the people in the Castro region. Then Palai. Those who chiefly engaged the sealing cattle were the people of the dry lands. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ എഴുതുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദെൻ 15ാമത്തെ ചോദ്യം. How did the administrative system of Mauryans influence the economic activities of the empire? എന്താണ്? മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഭരണകൂടം നിയന്ത്രിച്ചത് എപ്രകാരമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? The congregate regions were brought under കൾട്ടിവേഷൻ. കോൺക്രീറ്റ് റീജിയൻ എന്താണ്? കൾട്ടിവേഷൻ ആക്കിയല്ലേ? ഇതിന് ഇറിഗേഷൻ ഫെസിലിറ്റീസ് were arranged for the development of agriculture. The next നമുക്ക് എഴുതാം. Development of agriculture and villages led to the development in trade. Then roads were established for the development of trade. Then these were planted on both sides of the road. Potters' rests were also erected to various places near the roads. Roads were built connecting the cities of Vaishali, Kabilavastu and Padaliputra to distant places. This helped in having trade relations with
അതർ പ്ലേസസ്. അതായത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതായത് കീഴടക്കിയ പ്രദേശങ്ങളിലൊക്കെ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിൽ കൃഷി ആരംഭിച്ചു. അതുപോലെ തന്നെ കാർഷിക പുരോഗതിക്കായിട്ട് ചക്രവർത്തിമാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. ദെൻ കൃഷിയുടെയും ഗ്രാമങ്ങളുടെയും വളർച്ച കച്ചവട പുരോഗതിക്ക് കാരണമായി. ദെൻ നിരവധി പാതകൾ നിർമ്മിക്കുകയും പാതയ്ക്ക് ഇരുവശവും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ദെൻ സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ അത്താണികളും നിർമ്മിച്ചു. അതുപോലെ വൈശാലി, കപിലവസ്തു, പാടലീപുത്രം തുടങ്ങിയ നഗരങ്ങളെ വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതകൾ നിർമ്മിച്ചു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഇന്ത്യൻ സൊസൈറ്റിയിലും കൾച്ചറിലും സംസ്കാരത്തിലും ബുദ്ധിസം നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് എഴുതാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ ടെനറ്റ്സ് വർ അഹിംസ. സർ ബുദ്ധ ഗേവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ സംഘാസ് വിച്ച് വർ ഫോംഡ് ഫോർ സ്പ്രെഡിംഗ് ബുദ്ധിസം ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് അവയർനെസ് ഇൻ ദ സൊസൈറ്റി. ഫോർ സ്പ്രെഡിംഗ് ബുദ്ധിസം മെനി caves, chaityas, viharas and pillars were built. Buddhism also played a major role in promoting trade and cultural relations between India and neighboring countries. The Buddhist viharas played an important role in the progress of the education in India. The universities of Nalanda, Takshila and Vikramshila were key centers of education in Buddhist teachings. അതായത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബുദ്ധമത സംഘങ്ങൾ സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തി. അതുപോലെ തന്നെ എന്താണ്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ, സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. അതുപോലെ നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ സർവകലാശാലകൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഇത് കലാരംഗത്ത് കൈവരിച്ച പുരോഗതിയുടെ തെളിവുകൾ കൂടിയാണ്. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഓക്കെ, then 17th question നോക്കാം. List out the methods of representing scale on maps. Explain any two of them. എന്താണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, നോക്കൂ. ലിസ്റ്റ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് സ്കെയിൽ ഓൺ മാപ്സ്. അതായത് ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതികളല്ലേ. എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദം. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്ന് എഴുതാം. ഫസ്റ്റ് നമുക്ക് എഴുതാം പ്രസ്താവന രീതി. അതായത് ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ അല്ലേ. ദിസ് മെത്തേഡ് ഈസ് റെപ്രസെൻറ്റിംഗ് സ്കെയിൽ ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ. ഫ്രം ദിസ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 1 centimeter ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റ് 5 kilometers ഓൺ എർത്ത്. ദ മെറിറ്റ്സ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഈവൻ layman ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ്. അതായത് എന്താ പറയുന്നത്? ഒരു പ്രസ്താവന രീതി ഭൂപടത്തിൽ ഭൂപടങ്ങളുടെ തോത് രേഖപ്പെടുത്തുന്നതാണ്. ഒരു പ്രസ്താവനയുടെ രൂപത്തിലല്ലേ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നതാണ് പ്രസ്താവന രീതി. ഉദാഹരണത്തിന് എന്താണ്? ഒരു സെൻറ്റിമീറ്ററിന് 5 kilometers എന്ന് രേഖപ്പെടുത്തുന്നു. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിൽ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എഴുതാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ദ ഡിസ്റ്റൻസ് എക്സ്പ്രസ് ദ ഫ്രാക്ഷണൽ ഫോം. For example, the statement of scale 1 centimeter to 5 kilometers can be represented as the representative fraction അല്ലേ. Then linear scale എന്താണ്? When a map is subject to enlargement or reduction, the linear scale will also change accordingly. This is the merit of this method. അങ്ങനെ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, മെത്തേഡ്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.